What the? Oh, nice. Oh. വിഷയം പ്ലേയേഴ്സ് ആണ്. ഹലോ വാട്സ്ആപ്പ് ഗായ്സ്, നക്തിക്കാണ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ഷൂട്ടിംഗ് ഗെയിം ഒന്ന് എങ്ങനെയെങ്കിലും ഒരു മൾട്ടിപ്ലെയർ ഗെയിം കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. സോ ഫ്രീ ഗെയിംസ് എന്ന് പറയുമ്പോൾ വാലറന്റ് നമ്മൾ പ്ലേ ചെയ്യും. ഇല്ലെങ്കിൽ അങ്ങനെ വാലറന്റ് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രീ ഗെയിംസ്, ഓവർ വാച്ച്, അങ്ങനെ എന്തെങ്കിലും സെയിം കോൺസെപ്റ്റ് ഗെയിംസ് കളിച്ചുകൊണ്ടിരുന്നായിരുന്നു. ബാക്കിയുള്ള ഗെയിംസൊക്കെ കുറേ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ഗെയിംസ്, കുറേ ഷൂട്ടിംഗ് ഗെയിംസ് ഉണ്ട്. സോ അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഗെയിം കിട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണ് നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരു പുതിയ ഗെയിം, ഒരു ഷൂട്ടിംഗ് ഗെയിം വന്നിരിക്കുന്നു. സോ ആ ഷൂട്ടിംഗ് ഗെയിം മൾട്ടിപ്ലെയർ ആണ്, അതും ഫ്രീ ആണ്, എല്ലാവർക്കും എളുപ്പമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലെവലിലുള്ള ഗെയിമാണ്. സോ എല്ലാവരും വീഡിയോ അകത്ത് പോകുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ക്ലിക്കാൻ മറക്കരുത്. സോ എല്ലാം ഓടിപ്പോയിട്ട് ക്ലിക്ക് ചെയ്യുക. സോ ആദ്യം കാര്യം പറയുമ്പോൾ, ഈ ഒരു ഗെയിം സ്റ്റീമിലോ എപ്പിക്കിലോ ഇല്ല. ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒബിസോഫ്റ്റ് വഴി തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡിവൈസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലിരുന്ന് നമുക്ക് ഈ ഗെയിമിന് ഓൺ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നിങ്ങൾക്ക് അത് പോകാൻ പറ്റില്ലെങ്കിൽ ഒഫീഷ്യൽ സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ലൈക്ക് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് XDefined എന്ന് പറഞ്ഞ ഈ ഗെയിമിൻ്റെ പേര് XDefined ആണ്. സോ XDefined ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഒബിസോഫ്റ്റ് വന്ന് നിങ്ങൾക്ക് ഡിവൈസിൽ ഇൻസ്റ്റാൾ ആകും. സോ അതുവഴി നിങ്ങൾക്ക് ഈ ഗെയിം എളുപ്പമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻസ് എത്ര GB എന്ന് വെച്ചാൽ 30 GB ആണ്. സോ ഈ ഗെയിം മൊത്തം 30 GB ഗെയിമാണ്. ഈ ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോൺസെപ്റ്റുള്ള ഗെയിമാണ്. ലൈക്ക് റെയിൻബോ 6 Siege പ്ലേ ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ ഗെയിം ഒരു ചെറിയ എന്താ പറയുക, ഒരു കണക്ഷൻ കാണും ഈ ഗെയിം പ്ലേ ചെയ്യുമ്പോൾ. ഇറ്റ്സ് ലൈക്ക് സെയിം ലൈക്ക് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ ആ ഒരു ഗൺ മെക്കാനിസം, എവറിത്തിങ് എല്ലാം സെയിം ആയിട്ടിരുന്നായിരിക്കും ഈ ഗെയിമും. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വളരെ ലാഗായിരുന്നു, ഫുള്ളി ലാഗായിരുന്നു. ലൈക്ക് ഒരു 90 FPS ഇല്ല, 95 60 FPS സംതിങ് കിട്ടിക്കൊണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് ഇത് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് ലെവലും പിന്നെ എല്ലാം ഹൈ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ലാഗിങ് ഇഷ്യൂസ് ഒക്കെ വരും. സെറ്റിങ്സ് നോക്കുമ്പോൾ, സെറ്റിങ്സ് നമുക്ക് എളുപ്പമായിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ ചെയ്യണം, എന്താണെന്ന് കുറിച്ച് നമുക്ക് എളുപ്പം തന്നെ അറിയാൻ പറ്റും. സോ അത്രയ്ക്കുള്ള നോർമൽ സെറ്റിങ്സ് ആണ്. ഈ ഗെയിം നമുക്ക് കൺട്രോളറിലും പ്ലേ ചെയ്യാൻ പറ്റും. ഇത് PC മാത്രമല്ല, കൺട്രോൾ യൂസ് ചെയ്ത് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഐ തിങ്ക് ഇത് പ്ലേ സ്റ്റേഷനിൽ കൊണ്ടുവന്നു, ഈ ഗെയിം പ്ലേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടായിരുന്നു. സോ മേ ബി ആയിരിക്കാം. ഇതിൻ്റെ ഗെയിം പ്ലേ നോക്കുമ്പോൾ, ഗെയിം പ്ലേയിൽ ഇപ്പം അൺറാങ്ക്ഡും റാങ്ക്ഡ് ട്രയൽ റണ്ണുമാണ് വന്നിരിക്കുന്നത്. അത് ആക്ച്വലി പ്രാക്ടീസ് സോണും, ഞാൻ ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എനിക്ക് അൺറാങ്ക്ഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അൺറാങ്ക്ഡ് റാങ്ക്, പ്രാക്ടീസ് സോൺ ഇല്ലായിരുന്നു. ബട്ട് ഇപ്പം വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് ഈ ഗെയിം. ഇപ്പം ഇത് പുതിയ ഗെയിം ആയതുകൊണ്ട് കുറച്ച് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. നമ്മൾ വെൽക്കം പ്ലേലിസ്റ്റ് കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് വന്ന് ലൈക്ക് പോകും, ഗെയിമിനകത്ത് പോകും. സോ നമുക്കൊരു മാച്ച് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സോ ലെറ്റ്സ് പ്ലേ അൺട്രാക്ട്. ഓക്കെ, സോ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു പേജിലാണ് വരുന്നത്. സെർച്ചിങ് ആവും എത്ര പ്ലെയേഴ്സ്, മൊത്തം 12 ആണ്. 6 ആണ്, 6 ഓപ്പണൻസ് ആണ്. 6 ടീംമേറ്റ്സും 6 ഓപ്പണൻസും അങ്ങനെ ആയിരിക്കും. പിന്നെ മോസ്റ്റ്ലി ഇത് കുറച്ച് ഇത് ഇപ്പം പുതിയ ഗെയിം ആയതുകൊണ്ട് കുറേ പേർക്ക് ഇത് അറിയത്തില്ല. സോ കുറച്ച് പ്ലെയേഴ്സിനെ ഫൗണ്ട് ചെയ്യാൻ ഇച്ചിരി ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. അത് കുറേ ടൈം എടുക്കുമെന്ന് വിചാരിക്കേണ്ട. ഏകദേശം ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ തന്നെ പെട്ടെന്ന് പ്ലെയേഴ്സ് വരും, പെട്ടെന്ന് സ്റ്റാർട്ടാകും, നമുക്ക് മാച്ചിനകത്തും കയറാം. പിന്നെ സോഷ്യലി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ IDയുടെയൊക്കെ താഴെ തന്നെ സോഷ്യൽ എന്നൊരു ഇതുണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് ഇൻവൈറ്റ് ടു പാർട്ടി കൊടുത്തിട്ടുള്ള വ്യൂ ഇൻവൈറ്റ്സ്, നിങ്ങളുടെ ഉബിസോഫ്റ്റിൽ നിങ്ങൾ ആഡ് ഫ്രണ്ട് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. സോ ഫ്രണ്ട്സിന് ആഡ് ഫ്രണ്ട് കൊടുത്തിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും, എന്നിട്ട് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. മാക്സിമം 6 ഫ്രണ്ട്സ് ആണ്. സോ 6 ഫ്രണ്ട്സ് വെച്ച് പ്ലേ ചെയ്യാൻ പറ്റും. മാച്ച് ഇതുവരെ സ്റ്റാർട്ടായില്ല. ഐ തിങ്ക് ഇറ്റ്സ് ടേക്ക്, നമുക്ക് വെയിറ്റ് ചെയ്യാം, സ്റ്റാർട്ടാക്കും. ഓക്കെ, മാച്ച് ഫൗണ്ട് ആയിട്ടുണ്ട്. സോ മാച്ച് യെസ്. സോ ക്രിയേറ്റിംഗ് മാച്ചാണ്. സോ ഇതിൻ്റെ മാപ്പ് കുറിച്ച് ഇപ്പോൾ ഈ മാപ്പ് നമുക്ക് പറയാം. സോ ഈ മാപ്പൊക്കെ അടിപൊളിയാണ്. എല്ലാം ഈ ലൈക്ക് നമ്മൾ ഓൾറെഡി ഒരു ഗെയിമിൽ കണ്ട മാപ്സ് ആണ്. ലൈക്ക് ഇത് കാണുമ്പോൾ നമുക്ക് COD മൊബൈൽ, കോൾ ഓഫ് ഡ്യൂട്ടി PC-യിലുണ്ടല്ലോ ആ ഗെയിംസ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടും. ലൈക്ക് ഒരു മാപ്പ് കണ്ട പോലെ ഉള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. സോ ലൈക്ക് എല്ലാ ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാട്ടാ. ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് ലോലാണ്. സോ ലോല് പോലും അത്ര ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ ഇത് എങ്ങനെ പ്ലേ ചെയ്യണം എന്താണെന്ന് കുറിച്ച് ഞാൻ പറയാം. സോ ആദ്യം കുറച്ച് ലോഡാകും, കാരണം
പിന്നെ നമുക്ക് പിങ് ഇഷ്യൂ ഒക്കെ വരും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സോ പിങ് ഇഷ്യൂ അത്ര ഒന്നും വരത്തില്ല. എനിക്ക് മാക്സിമം പിങ് വന്നത് 75 സംതിങ്, 75 80 അതിനകത്താണ്. സോ ഇതാണ് ക്യാരക്ടർ. സോ നമുക്ക് ഇത് ക്യാരക്ടേഴ്സ് നമുക്ക് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ബാക്കിയെല്ലാം എനിക്ക് അൺലോക്ക് ആയില്ല, സോ അതുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഇരിക്കുന്നത് കുറച്ച് ഒരു 4 പേരേ ഉള്ളൂ. സോ ഇത് 4 പേരിൽ ഫാർ ക്രൈ 6 ഉള്ള ക്യാരക്ടറും ദെൻ കോൾ ഓഫ് ഡ്യൂട്ടി. ഇത് ഒவ்வொரு ഏജൻറ്റും ഒவ்வொரு സ്കിൽസും ഉണ്ട്, എബിലിറ്റീസും ഉണ്ട്. സോ എബിലിറ്റീസ് യൂസ് ചെയ്യാം. സോ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ബിക്കോസ് ഇതിന് ഹീലിങ്സ് ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് സ്പേസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. സോ ഇതിൽ നിങ്ങളുടെ ഗണ്ണ് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഗണ്ണ് വന്ന് ഓക്കെ സെലക്ട് ചെയ്ത്. സോ നമുക്ക് മാച്ചിനകത്ത് വന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ആണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ മൊത്തം 3 സൈഡ്സും ഉണ്ട്. സോ 3 സൈഡ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യണം. സോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സൈഡ് നമുക്ക് ക്യാപ്ചർ ചെയ്യാം, ദെൻ നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. സോ നമുക്കിപ്പം ക്യാപ്ചർ ചെയ്ത് ഇപ്പോൾ നമ്മുടെ പ്ലേസ് ഓക്കുപ്പൈ ചെയ്യാൻ ആൾക്കാർ വരും. സോ അവരെടുത്തിട്ട് നമുക്ക് നമ്മുടെ സോണെ രക്ഷപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മുടെ SMG എടുക്കാം. സോ SMG കണ്ട ഞാനിത് ലാഗിങ് ഇഷ്യൂസ് ഒന്നും ഇല്ല, പക്ഷെ ഞാൻ സ്ട്രീം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഇതാകുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്ത് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഗെയിം പ്ലേ എങ്ങനെയാണെന്ന്. ഓ സ്നൈപ്പേഴ്സ്, ഇതിൽ സ്നൈപ്പർ അടിപൊളിയാട്ടാ. ഓക്കെ, 2 കിലോ എടുത്തുകൊണ്ട് ലോങ് ഷോട്ടാണ്. ഇത് നമ്മളുടെ പ്ലേയേഴ്സ് ആണ്, നമുക്ക് കുഴപ്പമില്ല. നൈസ്. യപ്പ് നൈസ്. അത് സ്നൈപ്പറാണ് നൈസ്. പിന്നെ ഇത് എബിലിറ്റി ആണ്, ഹീൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ സോണ് 3 പ്ലേസിലായിട്ട് ചേഞ്ച് ആയിക്കൊണ്ട് ഇത് ഒരു ഡോമിനേഷനിൽ ഒരു ഡിഫറെൻ്റ് ആയ ഡോമിനേഷൻ ആണ്. പ്ലേസ് ചേഞ്ച് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഓ ഷിറ്റ്. ഓ നൈസ്. ഓ വിഷയം പ്ലേയേഴ്സ് ആണ്. ആൾക്കാർ എവിടെ നിന്ന് അകത്തിരിപ്പുണ്ട്. ഓ ഓക്കെ. ഓ സ്നൈപ്പ്. ഓക്കെ, let's go. ഓ കൊണ്ടില്ല. Yep. Come on. ഓക്കെ, പിന്നെ ഗൺ നമുക്ക് താഴെയുള്ള ഗൺ നമുക്ക് എടുക്കാം. F ക്ലിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. സോ അങ്ങനെ വെക്ടർ ഉണ്ട്. AKM. ഓക്കെ, AKM സീനാട്ടാ. AKM ഗെയിമിൽ സീനാണ്, രക്ഷയില്ല. ഓ വി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അടിക്കാൻ പറ്റും. സോ അതാണ് വി പ്രസ് ചെയ്തത്. ഹേയ്, ഇവിടെ ഫൈറ്റ് ഒന്നല്ല. കുറച്ച് ഈ ഗെയിമിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇത് നമ്മുടെ ഓക്കെ, ഇനി തകർപ്പനടിയ. What the hell? Okay.
Scene. Okay. Hey guys. സോ ഫൈനലി നമ്മൾ നമ്മുടെ പ്ലേസ് നമ്മൾ ക്യാപ്ചർ ചെയ്ത്, സോ ദാറ്റ്സ് വേ നമ്മൾ ഈ മാച്ച് വിൻ ചെയ്തത്. പിന്നെ ഇത് നമ്മുടെ ജയിച്ചവർ MVP, MVP ആണ് കാണിക്കുന്നത്. സോ ദ പ്ലെയർ ഓഫ് ദ ഗെയിം ഇസ് മിസ്റ്റർ യോയോയോയ് സോറാണ്. സോ നമുക്കിപ്പം നമുക്ക് ഡാമേജ് കുറേ ഉണ്ട്, എന്നാലും നമുക്ക് കില്ല് എത്ര ഇല്ല. സോ നിങ്ങൾക്കത് സ്കോർ ബോർഡ് കാണാൻ പറ്റും എത്ര കില്ല്. ഞാൻ 10 കില്ല് എടുത്തിട്ടുണ്ട് മോസ്റ്റ്ലി. എത്ര ഡാമേജ് ആണ് ഇതിനെക്കുറിച്ച് കാര്യം കാണിക്കും. ദെൻ പ്ലെയർ ഇൻഫോ ആണ്, കോവർ പ്ലെയറുടെ ക്ലിക്ക് ചെയ്ത് അവരുടെ ഇൻഫോ നമുക്ക് നോക്കാൻ പറ്റും. സോ ദാറ്റ്സ് വൈ. സോ ഇതേപോലെ കുറേ ഉണ്ട്. സോ നിങ്ങൾക്ക് പോകുന്നതായിട്ട് ഈ ഗെയിം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ പ്ലേ ചെയ്യുക. വളരെ എളുപ്പമുള്ള ഗെയിമാണ്. സോ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട്, എൻ്റെ ID നിങ്ങൾക്ക് വേണമെങ്കിൽ നക്തി ഗെയിമർ ടൈപ്പ് ചെയ്താൽ കിട്ടും. സെൻഡ് മീ ദ ഫ്രണ്ട് റിക്വസ്റ്റ്, ദെൻ നമുക്ക് ഒന്നിച്ച് പ്ലേ ചെയ്യാം ഗെയിം. ഇതൊരു ഡെവലപ്പിംഗ് ഗെയിമാണ്, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് പറഞ്ഞു തന്നത്. സോ അതുകൊണ്ട് കുറച്ച് ഡിലേ ആകാനും മാച്ച് തുടങ്ങാൻ ഡിലേ ആകാനും കുറച്ച് കാര്യങ്ങളുണ്ട്. ബാക്കി ഒഴിച്ച് ഗ്ലിച്ചസോ ലാഗിങ്ങോ അങ്ങനൊന്നുമില്ല. ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലാഗ് ആയിരിക്കും, പിന്നെ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഒരു ചെറിയ വീഡിയോ ആണ്, ലൈക്ക് ഞാൻ ഇവിടെ പോവാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് ബൈ, ടാറ്റാ. വല്ലതും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് നിങ്ങളത് പറയാം. നല്ലത് മാത്രം പറയണേ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ, പീസ്.